ഹലോ ഗൈസ്, ഉമ്മാൻ്റെ വീട്ടിലൊരു നോമ്പ് തുറൻ്റെ വിശേഷമാണിത്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോക്കും സോനിയും കുഞ്ഞോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ നോമ്പ് തുറക്കും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അടുക്കളയിൽ ചെന്നപ്പോൾ സോനിയും കുഞ്ഞോളും ഉമ്മമ്മയൊക്കെ ഒക്കെ ഇങ്ങനെ റെഡിയാക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും മേശമ്മ കൊണ്ടുപോയി വെക്കണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ നോമ്പാണ് കേട്ടോ, അതായത് ഇക്കൊല്ലത്തെ അവസാനത്തെ നോമ്പ്. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് പെരുന്നാളാണ് എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇതാ ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മ ഫുഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പുത്തനങ്ങാടിയിൽ നിന്ന് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനും പുത്തനങ്ങാടിയിൽ നിന്ന് തന്നെ, ഞാൻ കുറച്ച് മുന്നേ പോന്നു എന്നുള്ളൂ. അപ്പോൾ ഉമ്മ ഫ്രൈഡ് റൈസും കടായും അതേപോലെ സമൂസയും പഴംപൊരിയും കൊടുന്നു. ഇവിടെ എൻ്റെ ഉമ്മ ചിക്കൻ കറിയും അതേപോലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറെക്കുറെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ പണിയിൽ ഇങ്ങനെ തിരക്കിലായിരുന്നു കേട്ടോ. ആദ്യം പഴംപൊരി മാത്രം ഒരു പാത്രത്തിലിട്ടിരുന്നു. പിന്നെ പഴംപൊരിയും സമൂസയും കൂടി ഓരോ പാത്രത്തിൽ ഇടൽ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഓരോ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഹാളിൽ ചെന്നപ്പോഴും കുട്ടികൾ മേശം ഇരുന്ന് റെഡി ആയിക്കുന്നു കേട്ടോ. കണ്ടു, റിയാനടക്കം പണിയെടുക്കണ്ടേ, എന്തൊരു ഒത്തൊരുമയല്ലേ ഞങ്ങളെ ഫാമിലി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മാൻ്റെ വീട്ടിലത്തെ നോമ്പ് തുറയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോനയും കുഞ്ഞോളും വന്നിട്ടില്ല, ഓരോ രണ്ടാളും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഓരോ രണ്ടാളും നാട്ടിൽ വന്നിട്ടുണ്ട്. സോന കോയമ്പത്തൂരിൽ നിന്നും കുഞ്ഞോള് എറണാകുളത്തു നിന്നും വന്നിട്ടുണ്ട്. പെരുന്നാൾ ലീവ് ആയതുകൊണ്ട് വന്നതാട്ടോ. അതുകൊണ്ട് ഓരെയും ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മേമ കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് ഞങ്ങൾ നോമ്പ് തുറക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോക്കും നമ്മളെ പെരുന്നാളാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്തയിൽ. സന്തോഷം കൊണ്ട് പടക്കം വാങ്ങാൻ പോയിരുന്നെങ്കിലും പടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ.